ഗുഡ് മോർണിംഗ് ഗൈസ്, സുപ്രഭാതം. 26/8 എന്ന് വെച്ചാൽ 26 ഓഗസ്റ്റ് ആയി ഓൾറെഡി. ഇന്നലെ ഞാൻ ചെന്നൊരു ചെറിയ സെൽഫി സ്റ്റിക്കൊക്കെ മേടിച്ചു. ഇനി നമ്മളുടെ വ്ളോഗിങ് ഫുൾ ഫോമിലാക്കണ്ടേ, അപ്പോൾ ചെന്നിട്ട് നല്ലൊരു ചെറിയ സെൽഫി സ്റ്റിക്കൊക്കെ ഞാൻ മേടിച്ചു കൊടുന്നു. ഇപ്പോൾ സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 6 മണി ആവാറായി, 5:45. അപ്പോൾ ഞാൻ രാവിലെ തന്നെ തുടങ്ങി. ഞാൻ നമ്മുടെ ഫ്രണ്ടിനോട് പറഞ്ഞു ഇങ്ങനെ വൈകുന്നേരം അപ്പോൾ അവരെന്നോട് ചോദിച്ചു ഇങ്ങനെ വൈകുന്നേരം എന്താണ് നിങ്ങൾ നീ ഇപ്പോൾ രാവിലെ എന്താ പോകാത്തതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു നിന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ്. കാരണം അവൻ എനിക്കിപ്പോൾ 7-8 മണിയാവും പട്ടികളൊക്കെ കൊണ്ടുപോകാനും, പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ 9 മണി 8 ആകുമ്പോഴാണ് ജോലിക്ക് പോകാറ്. അപ്പോൾ അവനെ ഡിസ്റ്റർബ് ചെയ്യണം. ഞാൻ രാവിലെ എനിക്കുന്ന ആളാണ് 4:35 എനിക്കുന്ന ആളിന് ഞാൻ. കാരണം ട്രേഡിങ് കാരണം രാവിലത്തെ ഏഷ്യൻ മാർക്കറ്റ്, ഓസ്ട്രേലിയൻ മാർക്കറ്റ്, ഏഷ്യൻ മാർക്കറ്റ്, സ്പെഷ്യലി ഏഷ്യൻ മാർക്കറ്റ്, ടോക്കിയോ മാർക്കറ്റ് പിടിക്കാൻ നോക്കും ഞാൻ. അപ്പോൾ അങ്ങനെ എനിക്കടാ ഫോൺ പറഞ്ഞല്ല നീ എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ രാവിലെ തന്നെ വരും. രാവിലെ നമ്മൾ ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറഞ്ഞാൽ മൈൻഡും ബോഡിയും ഫ്രഷ് ആയിരിക്കും. അപ്പോൾ വെൽക്കം ടു മൈ വ്ളോഗ്. ഞാൻ ഡെയിലി ഒരു 5 കിലോമീറ്ററെങ്കിലും നടക്കും. അത് കാരണം കുറച്ച് എന്താണ് പറയുക, വയറൊക്കെ ഒന്ന് ലെവലിലാണ്. ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ വയറങ്ങോട്ട് ഭയങ്കരമായിട്ട് കൂടി. ഒന്നാമത്തെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹൗ ഡു യു ഫീൽ വൺസ് യു ക്രോസ് യുവർ 40 years. ഞാൻ 40 ക്രോസ് ചെയ്തപ്പോഴും ഐ വാസ് ഫീലിംഗ് ലൈക്ക് എ ടീനേജർ ഓൺലി. നല്ല ഫുൾ എനർജി ഇതൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ 50 ആകുമ്പോഴത്തേനും ഒരു ചെറുതായിട്ട് നമുക്കൊരു ചെറിയ വയറൊക്കെ ഒന്നങ്ങോട്ട് വന്നു തുടങ്ങും. ഇറ്റ്സ് നോട്ട് ദാറ്റ് ബിക്കോസ് യു ഡോണ്ട് എക്സസൈസ് ഓർ യു ഡോണ്ട് വർക്ക് ഔട്ട്. പക്ഷേ ഈ വയറൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ് വരും. എല്ലാവർക്കും ഈ കുടന്ന് വന്നു തുടങ്ങും. കണ്ടില്ലേ, എനിക്ക് കുടന്നുണ്ട്. പക്ഷേ അങ്ങനെയില്ല. എന്നാലും എൻ്റെ ബോഡി ഫിഗർ അനുസരിച്ചിട്ട് പണ്ടത്തെ എന്നെ അനുസരിച്ചിട്ട് 40-ലൊന്നും എനിക്ക് ഈ കുടന്നുണ്ടായിരുന്നില്ല. 40 കഴിഞ്ഞിട്ട് സ്ലോലി മോനെ വന്നു തുടങ്ങി. നമ്മൾ നാട്ടിൽ ഇതിനെന്താ പറയുക, ഐശ്വര്യ കുടന്നാന്ന് പറയും അല്ലേ? അല്ല കേട്ടോ, നമ്മൾ സൂക്ഷിക്കണം. ദിസ് ഈസ് ഓൾ നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. അപ്പോൾ നിങ്ങൾ ഇഫ് യു ആർ ക്രോസിങ് 40, ഐ എം ടെലിങ് യു അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു 3-5 കിലോമീറ്ററെങ്കിലും അറ്റ്ലീസ്റ്റ് നടക്കണം, വിച്ച് ഈസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. സോ ട്രൈ ടു ഡൂ ദാറ്റ്. റോഡ് എല്ലാതും കാലിയാണ്. ഇന്ന് ദുബായിലെ എന്നുവെച്ചാൽ UAE എല്ലാ സ്കൂൾസും തുറക്കാൻ പോണ്. അപ്പോൾ ഇന്ന് റോഡിൽ ഫുള്ള് ട്രാഫിക് ആയിരിക്കും. എല്ലാവരും തിരിച്ചെത്തിയിട്ടുണ്ട് വെക്കേഷൻ കഴിഞ്ഞിട്ട്. വേണ്ട ഈ സമയത്ത് അങ്ങനെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഒരു 7 മണി ആകുമ്പോഴത്തേനും 6-7 മണിയാകുമ്പോൾ ഫുൾ അങ്ങോട്ട് ട്രാഫിക് വന്നു തുടങ്ങും. വേണ്ട സ്കൂൾ ബസ്സുകൾ വന്നു തുടങ്ങി. ഇപ്പോൾ ഇത് തുടങ്ങിയിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പിന്നെയും കൂടും. ഇന്ന് എനിക്കെൻ്റെ ആ ക്ലയൻറ്റും ഫ്രണ്ടും ആക്ച്വലി ആൾ പറഞ്ഞ് ഇന്ന് എൻ്റെ പൈസ കിട്ടുന്നതാണ്. 4 മണിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഒരു മെസ്സേജ് അയച്ചു, റിപ്ലൈ. അതിൻ്റെ റിപ്ലൈ ഒന്നും തന്നില്ല ആൾ. ഒരു റെസ്പോൺസിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. എനിക്കിപ്പോഴും തോന്നുന്ന ആൾക്ക് പൈസ കിട്ടിയിട്ടില്ല. വണ്ടിയൊക്കെ വിൽക്കുന്ന പറഞ്ഞതാണ്, അറിഞ്ഞൂടാ. പക്ഷേ ഹോപ്പ്ഫുള്ളി ഇന്ന് കിട്ടിക്കഴിഞ്ഞാൽ മോനെ ഞാൻ രക്ഷപ്പെട്ട്. പിന്നെ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് മുങ്ങും. എനിക്ക് പറ്റില്ല, മുങ്ങലല്ല, ഞാൻ പോവും. എനിക്ക് പറ്റില്ല. മുങ്ങണി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഒന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇന്ന് കിട്ടുന്നതിന് ഞാൻ വിചാരിക്കണം. അപ്പോൾ പ്രാർത്ഥിക്കാം, നിങ്ങളൊക്കെ എല്ലാവരും കൂടി എനിക്ക് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മളുടെ പൈസ കിട്ടണം. ലെറ്റ്സ് സീ. ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, എൻ്റെ ലൈസൻസൊക്കെ എക്സ്പയർ ആയതുകൊണ്ട് എനിക്ക് എൻ്റെ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല. രജിസ്ട്രേഷനും കഴിഞ്ഞു. പിന്നെ ഞാനൊരു എന്താണ് പറയുക, ലോ അബൈഡിങ് സിറ്റിസനാണ്. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനൊരിക്കലും വണ്ടിയൊന്നും ഞാൻ എടുക്കാറില്ല പുറത്തേക്ക്. നമ്മൾ വെറുതെ എന്തിനാ ടെൻഷന്. കുറേ ആൾക്കാരങ്ങനെ ഓടിക്കാറുണ്ട്, ഭയങ്കര ഇതാണ്. പക്ഷെ എന്നാലും എനിക്കത് പറ്റില്ല. എൻ്റെ ലൈസൻസ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 1-2 ആഴ്ചയായി. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ എവിടെ പോകാറുമില്ല നമ്മൾ. ആക്ച്വലി ദുബായ് എന്ന് പറഞ്ഞാൽ ഞങ്ങളധികം കറങ്ങിയിട്ട് പോലില്ല. ഇതുവരെ ബുർജ് ഖലീഫയുടെ മുകളിൽ വരെ പോയിട്ടില്ല, അറിയോ? Because I feel it's a waste of time and money. For me, this is not a big thing. ഇപ്പോൾ മുകളിൽ പോകണമെന്ന് വെച്ചാൽ നമ്മൾ പ്ലെയിനിൽ പോകണില്ലേ, പ്ലെയിനിൽ കൂടെ ബുർജ് ഖലീഫയിൽ മുകളിൽ ഇരുന്നിട്ട് നമുക്ക് കാണാം അല്ലേ? അപ്പോൾ I never went to Burj Khalifa. Neither my family was interested also to go. I don't know, but it's the same thing. ഇതേ മോനെ ഒരു ഫ്ലൈറ്റ് നോക്കിയാൽ കണ്ട, വീഡിയോയിൽ കൂടെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞില്ല, അത് ചെറുതായിട്ട് കാണില്ല. കണ്ട, അടുത്ത ആഴ്ച നമ്മളുണ്ടാവും അതിൽ.
ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഐ ആം കമ്മിങ്. ഇന്നലെ മമ്മിയുടെ കോൾ വന്നിരുന്നു. അവർ തിരിച്ച് വീട്ടിലെത്തി. വെള്ളപ്പൊക്കമൊക്കെ ഒന്ന് കുറഞ്ഞു ഇപ്പോൾ. പക്ഷെ കുറേ കാര്യങ്ങൾ നമ്മൾ ഫർണിച്ചറൊക്കെ അങ്ങോട്ട് കേടായി. പക്ഷേ വെള്ളപ്പൊക്കമൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അതുകൊണ്ടൊരു ചെറിയൊരു സമാധാനമുണ്ട്. പിന്നെ നമ്മുടെ വൈഫ് വിളിച്ചു, മോനായിട്ട് സംസാരിച്ചു. അവരൊക്കെ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ, എന്തായാലും ഈ ആഴ്ചക്കുള്ളിൽ നമ്മൾക്ക് എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ട് ഐ വിൽ ബി ബാക്ക്, ഡോണ്ട് വറി. അവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പാവങ്ങൾ. നമ്മളെ ഫാമിലി ആകുമ്പോൾ ഉണ്ടല്ലോ, ബേസിക്കലി പെട്ടെന്ന് ഇപ്പം എത്ര 3-ാമത്തെ മാസമാണ് എൻ്റെ. ജൂൺ 1 തീയതിയാണ് എൻ്റെ വൈഫും എൻ്റെ മോനും പോയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇന്ന് എത്രാം തീയതി കണ്ട, ജൂലൈ ഓഗസ്റ്റ് 2 മാസമായി. എന്നോട് ജൂൺ 8 തീയതി ഈ പൈസ തരാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ 2 മാസമായി ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നാളെ എന്നും പറഞ്ഞ് ഇപ്പോൾ 2 മാസമായി. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അവനോട് പറഞ്ഞു, ബായ് ഇനി ഇതിൽ കൂടുതൽ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നീ എങ്ങനെയായാലും എന്ത് ചെയ്തിട്ടായാലും ശരി എനിക്ക് ഫുൾ എമൗണ്ട് തരണ്ട. എൻ്റെ കേസ് തീർക്കാനുള്ള പൈസ എന്താ, ബാക്കി ഇവൻ ടിക്കറ്റിൻ്റെ പൈസ വരെ ഞാൻ എടുത്തോളാം. എനിക്ക് ഇവിടുന്ന് പോകണം, അത്രേ ഉള്ളൂ. ബാക്കി പൈസ നീ എനിക്ക് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തരയോ എന്തെങ്കിലും വേണം ചെയ്തോ. പക്ഷെ എനിക്ക് കേസ് തീർക്കാനുള്ള പൈസ, എനിക്ക് കേസ് തീർക്കണമെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 30,000 വേണം. അപ്പോൾ ആ 30,000 ദിർഹംസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഐ ആം ഫൈൻ. പിന്നെ എനിക്ക് യാതൊരു കടവും ഇതൊന്നുമില്ല, ഇവിടെ ബാധ്യതകളൊന്നുമില്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ പോകാം. പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ, ഡൽഹി വന്നു കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്ത് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം, ഇല്ലയെന്നല്ല. പക്ഷെ ഇവിടെ നിന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്, ഈ യൂട്യൂബ് അല്ലാണ്ടും ട്രേഡിങ് അല്ലാണ്ടും. അപ്പോൾ എങ്ങനെയെങ്കിലും പെട്ടെന്ന് നാട്ടിലെത്തണം. എനിക്കുണ്ടല്ലോ ടോട്ടൽ 65,000 ദിർഹം കിട്ടാണ്ട്. 65,000 അല്ല, ഓൾമോസ്റ്റ് 70 വരെ, 70,000 ദിർഹംസ്. ഇതൊക്കെ ജോലി ചെയ്ത പൈസയാണ് എൻ്റെ. ഇത്രയും പൈസ കിട്ടാണ്ട് അതിൽ നിന്ന് 30,000 ഉള്ള എൻ്റെ ചിലവ് എന്ന് വെച്ചാൽ എല്ലാ പ്രശ്നങ്ങളും തീർക്കാനുള്ള 30 ഇല്ല. അപ്പോൾ അതൊരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാലേ ഞാൻ രക്ഷപ്പെടുള്ളൂ. എനിക്കുണ്ടല്ലോ നാട്ടിലെത്തി കഴിഞ്ഞാൽ ഫുള്ള് നമ്മുടെ ഇന്ത്യ ഒന്ന് കറങ്ങണമെന്നുണ്ട്. എന്നുവെച്ചാൽ വെറുതെ കറങ്ങൽ മാത്രമല്ല, പലരും പല സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ട്രാവൽ വീഡിയോസൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ആ സ്ഥലങ്ങളൊക്കെ പലരും പോയവരുണ്ട്. പക്ഷേ ഞാൻ നോക്കുന്നത് കൂടുതലായിട്ടുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള പ്ലേസസാണ്. അഡ്വഞ്ചറസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുഗ്രാമങ്ങൾ, നമ്മൾ പോവാത്ത ഇടങ്ങളില്ലേ. ഇപ്പോൾ എനിക്ക് ട്രെയിൻ ട്രാവൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ട്രെയിനിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ പണ്ട് ഞാൻ ചെറുതായിരുന്നപ്പോൾ എനിക്കറിയാം ജയന്തി ജനത എക്സ്പ്രസ് ഉണ്ടായിരുന്നു, പിന്നെ കേരള എക്സ്പ്രസ്. ഈ 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പോൾ ജയന്തി ജനത എക്സ്പ്രസ്സിൽ സ്റ്റീം എഞ്ചിനിൽ വരെ ഞാൻ കയറിയിട്ടുണ്ട്. നല്ലൊരു ഓർമ്മയാണ് അത്, നൊസ്റ്റാൾജിക് മൂമെൻ്റ് എപ്പോഴും അത്. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിൽ കയറുമ്പോൾ ന്യൂ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ നമ്മൾ ഇറങ്ങേണ്ടത് തൃശ്ശൂർ സ്റ്റേഷനിലാണ്. അതിൻ്റെ ഇടയിൽ കുറേ സ്റ്റേഷൻ വരും, മെയിൻ സ്റ്റേഷൻസും ഇതൊക്കെ. പക്ഷെ അതല്ലാണ്ട് ചെറിയ കുറേ സ്റ്റേഷൻസ് ഉണ്ട്, കുറേ ചെറിയ ഗ്രാമങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ ഗ്രാമങ്ങളിൽ കയറി കഴിഞ്ഞിട്ട് അത് എക്സ്പ്ലോർ ചെയ്യുക. അവിടുത്തെ ഹിസ്റ്ററി എന്താണ്, എനിക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാണ്. അവിടെ എങ്ങനെ ആൾക്കാർ വന്ന് കൂടിയത്, അങ്ങനെ പലതും. അപ്പോൾ ഇതൊക്കെ പഠിച്ച് പിന്നെ അത് ഡോക്യുമെൻറ്റ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത് യൂട്യൂബിൽ കൂടെ ബേസിക്കലി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനൽ വാണ്ടർ ബൈ ന്യൂ ഒന്ന് തുടങ്ങിയത്. പക്ഷേ അപ്പോഴത്തേക്കും ഞാനിവിടെ പെട്ടുപോയി. അങ്ങനെയാണ് പിന്നെ ഡൽഹി മലയാളി തുടങ്ങിയത്. അപ്പോൾ ഡൽഹി മലയാളി ചാനൽ കൂടെ ഞാൻ മോസ്റ്റ്ലി ഞാൻ അതേ കവർ ചെയ്യുള്ളൂ. അപ്പോൾ നാട്ടിൽ ഇന്ത്യയിൽ എത്താൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം എൻ്റെ ബഡ്ജറ്റൊക്കെ നോക്കിയിട്ട്, വെറുതെ കറങ്ങാൻ പറ്റില്ലല്ലോ, പൈസ വേണ്ടേ. അപ്പോൾ ബഡ്ജറ്റൊക്കെ നോക്കിയിട്ട് കുറച്ച് ക്യാഷൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്ന് കറങ്ങണം. ഫസ്റ്റ് ട്രിപ്പ് ഓഫ് കോഴ്സ് കേരള ആയിരിക്കും. ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ചെന്നിട്ട് എൻ്റെ മമ്മീനെ ഒന്ന് കാണണം, എൻ്റെ പെങ്ങളെ കാണണം. പിന്നെ കുറേ നാളെ കേരളത്തിൽ പോയിട്ട്, ഡൽഹിയിൽ പോയി വന്നുകൊണ്ടിരിക്കുക. പക്ഷേ കേരളത്തിൽ നമ്മളങ്ങനെ, ഞാൻ ജനിച്ചു വളർന്ന ഡൽഹി ആയതുകൊണ്ട് കേരളത്തിൽ വളരെ ചുരുക്കമായിട്ട് പോകാറുള്ളൂ. നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യം, കശ്മീർ മുതൽ കന്യാകുമാരി വരെ അത് തന്നെ. പിന്നെ ഗുജറാത്ത് മുതൽ നോർത്ത് ഈസ്റ്റ് നാഗാലാൻഡ് വരെ. എൻ്റെ അമ്മേ, ഇറ്റ്സ് എ ഹ്യൂജ് പ്ലേസ് ടു കവർ അപ്പ്. സോ ജസ്റ്റ് ഇമാജിൻ. ഞാൻ പ്ലാൻ ചെയ്തത് ആക്ച്വലി ഒരു ബൈക്ക് അല്ലെങ്കിൽ കാറിലോ എങ്ങാനും. പക്ഷേ ഇപ്പം എൻ്റെ ലൈസൻസൊക്കെ എക്സ്പയർ ഉണ്ട്. ഇന്ത്യയിലെ ലൈസൻസ് എടുക്കണം തിരിച്ച്, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ പ്ലാൻസ് ഉണ്ട്, നമ്മൾക്ക് നോക്കാം എങ്ങനെ പോകുന്നു. ഇപ്പോൾ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ തിരിച്ച് ലൈസൻസ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും ആദ്യം എനിക്ക് ഒരു ബൈക്കാണ്, ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് അല്ലെങ്കിൽ പുതിയ ബൈക്ക് നമ്മുടെ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ അത് മേടിക്കണം. എന്നിട്ട് വേണം കുറച്ചൊന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ട് ഇഫ് ഐ ക്യാൻ ട്രാവൽ ബൈ ബൈക്ക് ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ. അല്ലെങ്കിൽ ട്രെയിൻ, എനിക്ക് ട്രെയിൻ ഭയങ്കര ഇഷ്ടമാണ്. സോ മോസ്റ്റ് പ്രോബ്ലി ബൈ ട്രെയിൻ. പിന്നെ വാക്കിംഗ്, അതുകൊണ്ടാണ് ഈ വാക്കിംഗ് നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ
നമ്മൾക്ക് ആ എൻഡ്യൂറൻസ് കിട്ടും. മനസ്സിലായില്ലേ? ഇപ്പം എനിക്കൊരു 5-10-15 കിലോമീറ്റർ എനിക്ക് നടക്കാൻ പറ്റും വിതൗട്ട് എനി സ്റ്റോപ്പ്. വെള്ളം മാത്രം മതി. അപ്പോൾ അത് നമ്മൾ വാക്കിംഗ് എക്സസൈസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. കാരണം ഒരു പ്രാക്ടീസ് ആയി അത് നമ്മൾക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ പറ കമൻറ്റിൽ നിങ്ങൾക്ക് എന്താ ഇഷ്ടം. കാരണം ഇവിടെ എല്ലാവരും 9 to 5 ജോബ് ചെയ്തിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ടയർഡായി, പിന്നെ അതിൻ്റെ വേറൊന്നും ചെയ്യാനില്ല. ലോകമൊക്കെ ഒന്ന് കാണണ്ടേ? നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ എന്തൊക്കെ ഉണ്ട്, എന്താണ് കൾച്ചേഴ്സ്, ആൾക്കാരുടെ ഹിസ്റ്ററി എന്താണ്, ഇതൊക്കെ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ അനുഭവിക്കണം. ഫുഡ്, പല ടൈപ്പ് ഫുഡ്, ക്ലൈമറ്റ്സ്, ഇതൊക്കെ നമ്മൾ അനുഭവിക്കണം. അല്ലാണ്ട് ഇവിടെ UAE മാത്രം ദുബായിൽ ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിരുന്നാൽ മതിയാ. സോ ദാറ്റ്സ് വൈ ഐ ഫൈനലി ഡിസൈഡഡ് നമുക്ക് ആവശ്യമുള്ളത് മതി. എന്നുവെച്ചാൽ ഈവൻ ഇഫ് ഐ എം ഏർണിംഗ് അറൗണ്ട് 1 lakh ഓൾസോ ഒരു മാസത്തിൽ, അത് മതി. സേവിങ്സ് എന്ന് പറഞ്ഞാൽ അധികം സേവിങ്സ് മോന് വേണ്ടിയിട്ടുണ്ട്. അവൻ്റെ സ്കൂളിലും കോളേജിലൊക്കെ ഉണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവിച്ചു പോകാനുള്ളത് അത് മാത്രം മതി. ബാക്കിയുള്ളത് വി ഹാവ് ടു ലിവ് അവർ ലൈഫ്. ഇപ്പോൾ ഓൾറെഡി 50 ആയേ. ഇനി ബാക്കി ഐ ഡോണ്ട് വാണ്ട് ടു വർക്ക് അണ്ടർ സം വൺ നോ. എന്നോട് പലരും ചോദിച്ചു അത്, ഇങ്ങനെ വേറെ ജോലി നോക്കിയൂടെ, കോർപ്പറേറ്റ് ജോബ് ചെയ്തുകൂടാ. എനിക്ക് ചെയ്യാം, പക്ഷേ ഐ കനോട്ട് വർക്ക് അണ്ടർ സം വൺ. ഞാൻ ഇതുവരെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. ദെൻ ഐ ലെഫ്റ്റ്. നൗ ഐ ആം എ പേഴ്സൺ ഓഫ് മൈ ഓൺ. അപ്പോൾ ഐ ലവ് ടു ടേക്ക് റിസ്ക് ആൻഡ് വിച്ച് ഈസ് ഗുഡ്. നമ്മൾക്ക് നമ്മളുടെ ഫ്രീഡം ഉണ്ട്. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ നാട്ടിൽ പോകണമെങ്കിലും എൻ്റെ ഫ്രണ്ട്സ്, നമ്മളുടെ ഇപ്പോഴും ഫ്രണ്ട്സ് ഉണ്ട്. എന്ന് വെച്ചാൽ സ്കൂളിൽ വെച്ചുള്ള ഫ്രണ്ട്സാണ് എൻ്റെ ഫ്രണ്ട്സ് ആക്ച്വലി ഉള്ളത്. നഴ്സറി മുതൽ നമ്മളൊപ്പം പഠിച്ചതാണ്. നമ്മളിപ്പോഴും റീയൂണിയൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഒക്ടോബറിലൊരു റീയൂണിയൻ ഉണ്ട് നമ്മളുടെ ചങ്ങായിമാരുടെ. അപ്പോൾ അതിനും എത്തിച്ചേരണം. അത് കേരളത്തിൽ തന്നെ ഇപ്രാവശ്യം നമ്മളെ റീയൂണിയൻ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ഇങ്ങനെ സംസാരിക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഒരു നമ്മളുടെ ഗ്രൂപ്പ് ചാറ്റ്, സൂമിലുള്ള ഗ്രൂപ്പ് കോളില്ലേ അതിൽ. അപ്പോൾ അവർ പറഞ്ഞു പറഞ്ഞാൽ, നിഹാറ നീ തിരിച്ചു വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. കാരണം നീ ഒരു NRI ആണ്. കാരണം എത്ര കൊല്ലം ഇപ്പോൾ നീ പുറത്ത്. അപ്പോൾ ഒരു 6 മാസം എടുക്കും നിങ്ങൾക്ക് തിരിച്ചിവിടെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം 6 മാസം കഴിഞ്ഞാലേ അവർ NRI സ്റ്റേറ്റസ് മാറ്റിയിട്ട് ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതറിഞ്ഞില്ലെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് അറിയാം. അപ്പോൾ എനിക്ക് 6 മാസം കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയൊരു ബാങ്ക് അക്കൗണ്ട് തുറക്കണതോ പാൻ കാർഡോ അങ്ങനെ പലതും, അതൊന്നും എൻ്റെ ഇല്ല. ഇപ്പം എൻ്റെ ആകെയുള്ളത് ആധാർ കാർഡാണ്. അതും താങ്ക്ഫുള്ളി എൻ്റെ മമ്മി പറഞ്ഞുകൊണ്ട് എടുത്തു, അല്ലെങ്കിൽ അതും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ആധാർ കാർഡ് ഉള്ളതുകൊണ്ട് എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ നമ്പറെങ്കിലും എടുക്കാം. പക്ഷേ ബാങ്ക് അക്കൗണ്ട് ഇതൊക്കെ 280 ഡേയ്സോ 285 ഡേയ്സ് കഴിഞ്ഞാൽ നമ്മൾക്ക് ബാക്കിയുള്ള ഫെസിലിറ്റീസൊക്കെ നമ്മൾക്ക് അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ. അപ്പോൾ അത് ഒക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ. അപ്പോൾ താൽക്കാലികമായി നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് NRI അക്കൗണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഡെബിറ്റ് കാർഡും മറ്റും മറിച്ചൊക്കെ എനിക്കിപ്പോഴും അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാനിപ്പോഴും സെർച്ച് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ അനുസരിച്ചിട്ട് എനിക്ക് മനസ്സിലാവണം. കാരണം കുറേ ആൾക്കാർ ഫൈനാൻസ് കമ്പനീസിൽ ജോലി ചെയ്യണമുണ്ട്. അവർക്കറിയാം. CA ആണ്, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, CS ആണ്, കമ്പനി സെക്രട്ടേറിയറ്റ് ഉണ്ട്. അപ്പോൾ അവർക്കറിയാം നന്നായിട്ട്. അപ്പോൾ എനിവേയ്സ് 285 ഡേയ്സ് നിങ്ങൾക്ക് അറിയുന്നത് വെച്ചാൽ പ്ലീസ് കമൻറ്റ് ബോക്സിൽ പറ. ഇഫ് യു ആർ റിട്ടേണിംഗ് ബാക്ക് ആസ് എൻ NRI ക്യാൻ ഐ ഓപ്പൺ എ നോർമൽ ബാങ്ക് അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട് എനിക്ക് നാട്ടിൽ തുറക്കാൻ പറ്റുമോ? പിന്നെ ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നാട്ടിലേക്ക് പോണത്. ഓഫ് കോഴ്സ് ഐ ഹാവ് ബീൻ ഹിയർ ഫോർ 30 years. പക്ഷേ 7 കൊല്ലം ഞാൻ നാട്ടിലേ പോയിട്ടില്ല. എന്നുവെച്ചാൽ ഇന്ത്യക്ക് തിരിച്ചെത്തിയിട്ടില്ല. അപ്പോൾ ഈ 7 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോകുമ്പോൾ, ഞാൻ നാടെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന്, അപ്പോൾ ഇന്ത്യക്ക് തിരിച്ചു വരുമ്പോൾ പാൻ കാർഡ് നമ്മൾക്ക് എടുക്കാൻ പറ്റുമോ? അതിൻ്റെ എന്താണ് പ്രോസസ്സ്? ഇഫ് എനിബഡി നോസ് അബൌട്ട് ദിസ് പ്ലീസ് ലെറ്റ് മി നോ ഇൻ ദ കമൻറ്റ് ബോക്സ്. കാരണം ഐ ആം ആക്ച്വലി സെർച്ചിങ് ഫോർ ഓൾ ദിസ് ഇൻഫർമേഷൻ. അപ്പോൾ എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് വെച്ചാൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞ് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ആരെങ്കിലും ഈ അക്കൗണ്ട്സ് ലൈനിലുണ്ടോ ഉള്ളവർ, അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഇപ്പോൾ നാട്ടിൽ തിരിച്ചു പോയവരുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ അനുഭവം ഉണ്ടായത് എന്ന് വെച്ചാൽ, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ, സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ, കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ, ചെക്ക് ബുക്ക് കിട്ടുമോ ആസ് എൻ NRI നമ്മൾ തിരിച്ചു പോകുമ്പോൾ, അതോ നമ്മൾക്ക് 6 months വെയിറ്റ് ചെയ്യേണ്ടി വരുമോ? അപ്പോൾ അങ്ങനെ പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് ബോക്സ്. അയ്യോ, ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ 5 kilometers ഇന്ന് ആവാറായി. അപ്പോൾ ഇന്നത്തെ എക്സസൈസ് ഇവിടെ വെച്ചിട്ട് നിർത്തേണ്ടി വരും. ശരിക്കും കഴിച്ചു ഓൾമോസ്റ്റ് 6:45 ആയി. ഇപ്പോൾ 5:45 പോലെ 2 മണിക്കൂർ എടുക്കും എനിക്ക് ഓൾമോസ്റ്റ് 5 kilometer നടക്കാൻ. എന്നുവെച്ചാൽ പതുക്കെ പിന്നെ കുറച്ചൊന്ന് സ്പീഡ് കൂട്ടും. ഞാനൊരു ബ്ലഡ് പ്രഷർ പേഷ്യൻറ്റും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട്
കൂടുതൽ എക്സേർട്ട് ചെയ്യില്ല ഞാൻ. അപ്പോൾ ഇതുവരെ ഞാൻ ചെക്കപ്പും ചെയ്തിട്ടില്ല. ഇപ്പോൾ നാട്ടിൽ നിന്നിട്ട് എല്ലാവരും ചെക്കപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ പിന്നെ എമിറേറ്റ്സ് ഐഡൊക്കെ എക്സ്പയർ ആയതുകൊണ്ട് നമുക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ എമിറേറ്റ്സ് ഐഡി വേണം. അപ്പോൾ സോ ഐ ഡോണ്ട് നോ ദി ടാബ്ലറ്റ്സ് വിച്ച് ഐ എം ടേക്കിംഗ് ഈസ് ദ റൈറ്റ് ടാബ്ലറ്റ്സ്. അതിൻ്റെ കണ്ടൻറ്റ് കുറയ്ക്കണോ ഈ കൂട്ടണോ ഒന്നും അറിഞ്ഞൂടാ. പക്ഷേ ഐ എം ടേക്കിംഗ് ദ നോർമൽ ടാബ്ലറ്റ്സ് വാട്ട് എവർ ഐ എം ഗെറ്റിംഗ്. അതിൻ്റെ ഇടയിൽ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ബ്ലഡ് പ്രഷർ ടാബ്ലറ്റ് കിട്ടില്ലെന്നും പറഞ്ഞിട്ട് എൻ്റെ അമ്മ ഞാൻ ആ സമയത്ത് പെട്ടുപോയി. കാരണം എമിറേറ്റ്സ് ഐ ഡി കഴിഞ്ഞു, പിന്നെ ഡോക്ടറിനെ കാണുന്ന വെച്ചാൽ എമിറേറ്റ്സ് ഐ ഡി വേണം, അങ്ങനെ പലതും. പക്ഷേ താങ്ക്ഫുള്ളി ഞാൻ പോണ ഡോക്ടറിൻ്റെ അടുത്ത് അവർ കുഴപ്പമില്ല, എക്സ്പയർ ആയ എമിറേറ്റ്സ് ഐ ഡി വെച്ചിട്ടും യു ക്യാൻ ടേക്ക് ദ മെഡിസിൻ എന്ന് പറഞ്ഞു. 5 കിലോമീറ്റർ ആയി നമ്മളുടെ. പിന്നെ തിരിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഞാൻ രാവിലെ എനിക്ക് ആക്ച്വലി ഞാൻ 4:30 എനിക്ക് എന്നിട്ട് ഞാൻ ഒരു ട്രേഡൊക്കെ ഇട്ടിട്ട് ഒരു $4 പ്രോഫിറ്റായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഗോൾഡിലാണ് ഞാൻ ട്രേഡ് ചെയ്തത്, ഗോൾഡ് USD. അപ്പോൾ $4 പ്രോഫിറ്റായപ്പോൾ എക്സസൈസാണ്, അത് വിടാണ്ട് പറ്റില്ല, അത് എടുക്കാണ്ട് പറ്റില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി ട്രേഡിങ്. ഇതാണ് എൻ്റെ ഡെയിലി റുട്ടീൻ. അപ്പോൾ ഇനി നേരെ വീട്ടിൽ നിന്ന് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചായയൊക്കെ ഉണ്ടാക്കി ഒരു ബ്രെഡൊക്കെ അടിച്ച് തിരിച്ച് ട്രേഡിങ്ങിലിരിക്കും. അപ്പോൾ ഫുൾ ഡേ ട്രേഡിങ് നമ്മൾ, വേറെ ഒന്നുമില്ല. ഉച്ചയ്ക്ക് കുറച്ച് നേരം ഒന്ന് ഉറങ്ങും, മാർക്കറ്റൊന്ന് ഭയങ്കര ഡള്ളാകുമ്പോൾ. പിന്നെ വൈകുന്നേരം US മാർക്കറ്റിനെ പിന്നെയും പിടിക്കും. അപ്പോൾ ഇന്ന് കുറച്ച് ട്രേഡിങ്ങിൻ്റെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് നാളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. പുതിയ ആൾക്കാരുടെ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മിൽത്തെ ചോട്ടി ജി ബ്രേക്ക് ബാദ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ബൈ.